കൊല്ലം തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബറിൽ തിരക്ക് നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം ലേല ഹാളുകളുടെ എണ്ണം കൂട്ടി. 4 ജില്ലകളിലെ വള്ളങ്ങൾ കൊല്ലം തീരത്ത് മത്സ്യവിപണനത്തിന് വരുന്നത് കണക്കിലെടുത്താണ് നടപടി. തിരുവനന്തപുരം വിഴിഞ്ഞം മുതൽ വടക്കോട്ട് എറണാകുളം ജില്ല വരെയുള്ള പരമ്പരാഗത വള്ളങ്ങൾ കൊല്ലം തങ്കശ്ശേരി ഹാർബറിലെ പോർട്ട് കൊല്ലത്തും വാടിയിലും എത്തിയതോടെ ലാൻഡിങ്ങിന് സ്ഥലപരിമിതിയും തിരക്കും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തി നിലവിലെ 2 ലേല ഹാൾ 4 ആക്കി കൂട്ടാൻ തീരുമാനിച്ചത്. ടോക്കൺ അടിസ്ഥാനത്തിൽ കോരുവള്ളങ്ങൾക്കുൾപ്പെടെ നൽകി പോർട്ട് കൊല്ലം, വാടി, മൂതാക്കര, തങ്കശ്ശേരി ലേലഹാളുകൾ ലാൻഡ് ചെയ്ത് മത്സ്യലേലം ചെയ്യാൻ അവസരമൊരുക്കും. നിലവിൽ പകൽ മാത്രമുള്ള ലേലം കൊല്ലം പോർട്ട് കൊല്ലത്ത് രാത്രിയിലും തുടരാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ട്രോളിംഗ് നിരോധനവും തിരക്കും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്താണ് താൽക്കാലിക നിയന്ത്രണങ്ങളെന്ന് കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിൻസസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. തങ്കശ്ശേരി ഹാർബറിനുള്ളിലെ തങ്കശ്ശേരി ലാൻഡിംഗ് സെന്ററും അതുപോലെ തന്നെ മൂതാക്കർ ലാൻഡിംഗ് സെന്ററും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ ചെറിയൊരു സംഘർഷം ഇന്നലെ നമ്മൾ ഗേറ്റുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ട് ഇന്ന് പ്രവർത്തനം ആ രീതിയിൽ നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. നാളെ രാവിലെ മുതൽ ആ പ്രവർത്തനം നടക്കും. ഇവിടെ വരുന്ന ഈ മൊത്തം വള്ളങ്ങൾ ഈ 4 ലാൻഡിംഗ് സെൻറ്ററുകളിലേക്ക് തങ്കശ്ശേരി, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലത്തേക്ക് വിഭജിച്ച് നൽകും. അന്നേരത്തേക്ക് ഓരോ അടുത്തിപ്പം നിലവിലുള്ള തിരക്കൊന്ന് കുറയുന്നതിനും ആ സംഘർഷ സാധ്യത ഒഴിവാക്കാനും കഴിയും. മത്സ്യം വാങ്ങാൻ വരുന്ന വാഹനങ്ങൾക്കും ടോക്കൺ നൽകും. ഒരു ലേലഹാളിൽ നിന്ന് ചരക്ക് വാഹനങ്ങൾക്ക് മറ്റൊരു ലേലഹാളിലേക്ക് ഹാർബർ റോഡിലൂടെ പോകാൻ അനുവാദമില്ല. കയറുന്ന വഴിയിലൂടെ തന്നെ പുറത്തു പോകണം. സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കും. പ്രതിദിനം 1000 വള്ളങ്ങൾ കൊല്ലം തീരത്ത് ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നതായിട്ടാണ് കണക്ക്. മുതലപ്പൊഴിയിൽ അപകടം പതിവായ സാഹചര്യത്തിൽ അവിടുത്തെ വള്ളങ്ങളും സുരക്ഷിതമായ കൊല്ലം മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിവരും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.